ഇൻഷാ അല്ലാഹ്. സദസ്സിലും അവിടേക്ക് നിൽക്കുന്നവർ ദ്വാരക്കാണ്ടി പോവുകയാണ്. കഴിയുമെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കയറിയെന്നോടെ കഴിയുന്നവരൊക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ ഏറെ ആൾക്കാരുണ്ട് അല്ലേ? ഏറെ ആൾക്കാരെ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈ ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇഖ്ലാസോട് കൂടിയിട്ട് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ദുആ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ആഖിറം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ 2 മാർഗങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, മഹബ്ബത്തു റസൂൽ, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതുപോലെയുള്ള സദസ്സുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം തരണേന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ നമ്മളുടെ ആരുടെയെങ്കിലും ഒരാൾ ആമീൻ അല്ലാഹ് സ്വീകരിച്ചാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം ദുആയാണ്. അത് ചടങ്ങാവരുത്. നമ്മൾ തേടുന്നത് രാജാവിനോടും മറ്റൊന്നുമല്ല, രാജാതിരാജനായ റബ്ബിനോടാണ്. നമ്മുടെ കൽബ് അറിയുന്നവനാണ്. കൽബ് അവനിക്കേ അറിയും. നമ്മൾ ഇങ്ങനെ ആമീൻ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ദുആ കബൂലാവൂല. എൻ്റെ റബ്ബ് എനിക്ക് തരും. ആ രൂപത്തിൽ അള്ളാഹിനോട് തേടുക. ഇപ്പൊ 2 കൈകളും നെഞ്ഞോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആമീൻ അല്ലാഹ് നീ സ്വീകരിക്കണേ എന്നുള്ള നിയ്യത്തിൽ ആമീൻ എന്ന് പറയാ. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ മഹത്തുക്കളായ ഉസ്താദുമാര്, നിരന്തരം നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങൾ, ഒരുപാട് പ്രസവിച്ച ഉമ്മമാര്, അങ്ങനെ പലരും ഇവിടെ സദസ്സുകൾ തന്നെ കൂട്ടത്തിൽ മഹാന്മാരുണ്ടാകും, മഹത്തുക്കളൊക്കെ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ അവരെ തിരിച്ചറിഞ്ഞൊന്നും വരൂല, അവര് തന്നെ ചിലപ്പോൾ അവരെ തിരിച്ചറിയൂല എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനത്തുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇഖ്ലാസോട് കൂടിയിട്ട് ആമീൻ പറയാം. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا جدي يا رسول الله. السلام عليكم يا سيدنا هلبت. السلام عليكم يا أجدادي. يا الله. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹുവേ, രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയതായിരിക്കുന്ന ദിക്റുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. സ്വലാത്തുകൾ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞ ഇൽമുകള്, കൊടുത്ത സ്വതക്കകള് നീ കബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസില് എന്തൊക്കെ നന്മകൾ നടന്നിട്ടുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ ഒക്കെയും സവാബിനെ ആരംഭ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ.
എല്ലാ നബിമാരെ ഹളറത്തിലേക്കും ബദരീങ്ങള് ബദറിൽ പങ്കെടുത്ത മുഖറബീങ്ങളായ മലക്കുകളെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സയ്യിദിന അലി റളിയല്ലാഹു അൻഹു, സയ്യിദിന ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദിന ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദത്തിന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങള്, ഖുലഫാഉർ റാഷിദീങ്ങള്, സ്വഹാബത്ത്, താബിഈങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങള്, റിഫാഇ ശൈഖ് തങ്ങള്, അബ്ദുൽ ഖാദിർ സാനി തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അജ്മീർ ഖാജ തങ്ങള്, ഏർവാടിയിലുള്ള മഹാന്മാര്, മുത്തുപ്പേട്ടയിലുള്ള മഹാന്മാര്, മാലിക് ദിനാലുള്ള മഹാന്മാര്, അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ജിന്നിലും ഇൻസിലുമുള്ള എല്ലാ ഔലിയാക്കന്മാരെ ഹളറത്തിലേക്കും ഈ നാടിൻ്റെ പരിസരത്തുള്ള മഹത്തുക്കളായ ഔലിയാക്കന്മാര് അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഉപ്പാപ്പമാര് മുതൽ ആരംഭ റസൂല് തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാര് അവരുടെയും നമ്മുടെയും മശായിഖന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഷെയ്ഖി മാണിയൂർ ഉസ്താദിൻ്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് യാ ഗഫാറായ അല്ലാഹ് ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ നൽകിയ ഞങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് ഞങ്ങൾ അരുതാത്തത് ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അതിലൊരു തെറ്റുപോലും ഞങ്ങൾ നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ചെയ്തിട്ടില്ല റഹ്മാനെ. യാ ഗഫാറായ അല്ലാഹ് ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കള്, ഉസ്താദുമാര് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഭാര്യ, മക്കള്, സഹോദര സഹോദരിമാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, ലോക മുസ്ലിമീങ്ങള്, യാ ഗഫാറായ അല്ലാഹ് നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. ഈ മജ്‌ലിസിലേക്ക്, നാട്ടിലേക്ക് നിന്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ചു കൂടിയ ഓരോരുത്തരുടെയും ജോലികളിൽ നീ ഖൈർ നൽകണേ റഹ്മാനെ. ഓരോരുത്തരുടെയും മുതലുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പലരും പലതും പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അതിലും മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ. വലിയ പ്രതീക്ഷയോടെ മന്ത്രിക്കാൻ വരുന്ന കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ. യാ ഖാലിഖായ അല്ലാഹ് അവർക്ക് നീ മക്കളെ നൽകണേ റഹ്മാനെ. ഗർഭിണികള് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ശരീരത്തിൽ കത്തി വെക്കുന്ന അവസ്ഥ നീ കാക്കണേ റഹ്മാനെ. അംഗവൈകല്യമുള്ള മക്കളെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ബുദ്ധി തകരാറുള്ള മക്കളെ തന്ന് ഞങ്ങളെ നീ വിഷമത്തിലാക്കല്ല റഹ്മാനെ. പരിപൂർണമായ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. ഇവിടെ ആമീൻ പറയുന്ന മക്കള്, അതോടൊപ്പം ഞങ്ങളെ മക്കളെയും നീ നല്ല മക്കളാക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്, സമൂഹത്തിന്, സമുദായത്തിന്, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെ പറയിപ്പിക്കുന്ന മക്കളാക്കല്ല റഹ്മാനെ.
അവരെയും ഞങ്ങളെയും നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനെ. നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്രയും നിന്റെ റിളയിലാക്കണേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നന്നാക്കി ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബും ഇബാദത്തും ഇഖ്ലാസും നന്നാക്കി നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. മുത്തഖീങ്ങളിൽ ചേർത്തിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, അങ്ങനെ പലരും പലതും പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അതൊക്കെ പറയാതെ തന്നെ അറിയുന്ന റബ്ബുൽ ആലമീനായ നാഥ, നീ ഹാസിലാക്കണേ റഹ്മാനെ. ദ്വാരക്കാൻ പറഞ്ഞ കൂട്ടത്തില് വലിയ ഒരു വിഭാഗം കടമുള്ളവരാണ് റഹ്മാനെ. ഞങ്ങളിൽ പലരും കടമുള്ളവരാണ് റഹ്മാനെ. കടങ്ങൾ ബാക്കി വെച്ച് ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങളുടെ ചാരത്ത് വന്നിട്ട് ബാപ്പാൻ്റെ കടങ്ങൾ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന അവസ്ഥ റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യേണ്ട ബാധ്യതകൾ ഞങ്ങളെ കൊണ്ട് തന്നെ നീ ചെയ്യിപ്പിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കള് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടി തീരുമാനിച്ചത് മുതൽ പല നിലക്കും സഹകരിച്ചവരുണ്ട് റഹ്മാനെ. ദേഹം കൊണ്ട് സഹായിച്ചവരുണ്ട് റഹ്മാനെ. ധനം കൊണ്ട് സഹായിച്ചവരുണ്ട് റഹ്മാനെ. മനസ്സുകൊണ്ട് സഹകരിച്ചവര്, അങ്ങനെ വല്ല ഒത്താശയും ചെയ്തവര് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവർക്ക് നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ മുതലുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്കും ഈ വർഷം അടുത്ത വർഷത്തേക്കൊക്കെ ഇറച്ചി ഏറ്റെടുത്തവരുണ്ട് റഹ്മാനെ. അരി ഏറ്റെടുത്തവരുണ്ട് റഹ്മാനെ. റബ്ബുൽ ആലമീനായ നാഥ, അവരുടെ ആഖിറം നീ രക്ഷ നൽകണേ റഹ്മാനെ. മുസ്തഫായ നബി തങ്ങളുടെ ശഫാഅത്തിൽ ചേർക്കണേ റഹ്മാനെ. അവരുടെ ആഖിറം നീ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഖിറത്തിൽ ചുരുങ്ങാതെ അവർക്ക് നീ ദുനിയാവിലും നൽകണേ റഹ്മാനെ. അവരുടെ മുതലുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതിൻ്റെയും ചൊല്ലിയതിൻ്റെയും കൊടുത്തതിൻ്റെയും പറഞ്ഞതിൻ്റെ ഒക്കെ സവാബിനെ ഞങ്ങളെ കൂട്ടത്തിൽ പലരുടെയും മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാര് മക്കള് മരിച്ചവരുണ്ട് റഹ്മാനെ. ഉപ്പാപ്പ ഉമ്മാമ്മമാര് കുടുംബക്കാര് അഹിലുകാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് റബ്ബുൽ ആലമീനായ നാഥ, അവരുടെ അങ്ങനെയുള്ള പലരും ഖബറിലാണ് റഹ്മാനെ. ഈ സംഘടനയുടെ തുടക്കം മുതൽ ഇതുവരെ കഷ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. ഈ പള്ളിക്ക് വേണ്ടി ഒത്താശ ചെയ്ത പലരും ഖബറിലാണ് റഹ്മാനെ. അവരുടെയൊക്കെയും ഹളറത്തിലേക്കും എൻ്റെ ഉമ്മാൻ്റെ ഹളറത്തിലേക്കും നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. റാഹത്തുള്ള ഖബറാക്കണേ റഹ്മാനെ.
റബ്ബുൽ ആലമീനായ നാഥ, ദ്വാരക്കാൻ പറഞ്ഞ കൂട്ടത്തില് വലിയ ഒരു വിഭാഗം രോഗികളാണ് റഹ്മാനെ. ഞങ്ങളില് പലരും രോഗികളാണ് റഹ്മാനെ. ഇവിടെ ഇറച്ചി ഏറ്റെടുത്ത കൂട്ടത്തില് ഭാര്യയുടെ സ്ട്രോക്കിന്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. വലിയ പ്രതീക്ഷയോടെ മന്ത്രിക്കാൻ വരുന്ന കൂട്ടത്തില് പല ജാതി രോഗമുള്ളവരുണ്ട് റഹ്മാനെ. യാ ഷാഫിയായ അല്ലാ, അവരെ രോഗങ്ങള് നീ ഷിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങള് നീ ഷിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളാരെയും ഒരു രോഗം കൊണ്ടും പരീക്ഷിക്കല്ലേ റഹ്മാനെ. കേൾക്കുമ്പോൾ തന്നെ പേടി വരുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങള് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അങ്ങനെയുള്ള രോഗത്തിൻ്റെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാ, നീ കരിച്ച് കളയണേ റഹ്മാനെ. ലാഹിറാക്കല്ലേ റഹ്മാനെ. കടന്നു പോകുന്ന രോഗം ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സ്ട്രോക്ക് വന്നവരെ കാണാൻ പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല റഹ്മാനെ. ആ അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കള്, ഉസ്താദുമാര്, ഭാര്യ മക്കൾ, അഖിലുകാര് നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്വന്തം ഭാര്യമാര് പോലും മക്കള് പോലും ബാപ്പ എന്തേ മരിക്കാത്തത് എന്ന് കൊതിക്കുന്ന രോഗങ്ങള് റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളെ നീ മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല റഹ്മാനെ. ഞങ്ങളെ നീ മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല റഹ്മാനെ. അതിൻ്റെ മുമ്പ് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിറം നീ രക്ഷ നൽകണേ റഹ്മാനെ. ഖബറില് ഹിസാബില്ലാത്ത വലിയ ഭാഗ്യവാന്മാര് ആ കൂട്ടത്തില് ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. മീസാനില് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. കിതാബില് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ. സിറാത്ത് മിന്നൽ വേഗതയിൽ കടക്കുന്ന വലിയ ഫായിസീങ്ങള് ആ കൂട്ടത്തില് ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. മഹ്ശറയില് നിന്റെ വലിയ മഹാന്മാര് പോലും ബേജാറാകൂന്ന് പറയുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഈമാൻ പോലും പരിപൂർണമല്ലാത്ത ഞങ്ങളവസ്ഥ റബ്ബുൽ ആലമീനായ നാഥ, നീ റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകും റഹ്മാനെ. ആ സമയത്ത് ഞങ്ങളോട് നീ റഹ്മത്ത് ചൊരിയണേ റഹ്മാനെ. ഒരു ഹിസാബുമില്ലാതെ ഒരു ചോദ്യമില്ലാതെ നീ രക്ഷപ്പെടുത്തുന്നവര് ആ കൂട്ടത്തില് ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. മരിക്കലോടുകൂടി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മരിക്കലോടുകൂടി ഞങ്ങൾ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആഖിറത്തില് മുസ്തഫായ നബിത്തങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ കഴിയുന്ന അയൽവാസികളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. സ്വർഗത്തില് നിന്നെ കാണുമ്പോൾ സ്വർഗത്തിൻ്റെ സുഖം പോലും മറന്നു പോവല്ലോ റഹ്മാനെ. ഈ കണ്ണുകൾ വെച്ചു ചോദിക്കാൻ ഞങ്ങൾ അർഹരേ അല്ല റഹ്മാനെ. ഞങ്ങൾക്ക് വലിയ മോഹമുണ്ട് റഹ്മാനെ. സ്വർഗത്തിൽ നിന്നെ കാണാൻ, നിന്നെ അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ റഹ്മത്ത്, ഏറ്റവും വലിയ ഔദാര്യം അത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ മക്കൾ, അഖിലുകാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, സഹായിക്കുന്നവർക്ക് നൽകണേ റഹ്മാനെ. നിന്നെ കാണാൻ ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ റഹ്മാനെ. നിന്നെ കാണുന്നതിനെ തടയുന്ന ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ റഹ്മാനെ. നിന്നെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ.
بحق لا إله إلا الله محمد رسول الله وبحق سيدنا مصطفى محمد وبحق أزواج سيدنا مصطفى محمد وبحق أصحاب سيدنا مصطفى محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم 1000 സ്വലാത്തിൻ്റെ വിഷയം ആരും മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.